ഇന്ത്യ മഹാരാജ്യത്ത് ആകെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന കേരളത്തിലെ നിയമസഭയിൽ നിങ്ങൾ എന്താ ടാക്സ് അടയ്ക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞത്? അതാരാ പറഞ്ഞത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ MLA അല്ലേ, മന്ത്രിയല്ലേ? ടാക്സ് അടയ്ക്കാൻ അനുവാദം കൊടുക്കുന്നില്ല. ആർക്ക്? ഈ മുനമ്പൻ ജനതയ്ക്ക്. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ആ ടാക്സ് അടയ്ക്കാനുള്ള അനുവാദം നിഷേധിച്ച്? എന്തടിസ്ഥാനത്തിലാണ് നിങ്ങളത് തടഞ്ഞു വെച്ചത്? അപ്പം നിങ്ങൾക്കതിനകത്ത് രാഷ്ട്രീയം ഉണ്ടല്ലേ, നിങ്ങൾക്കതിനകത്ത് ഈ സമൂഹത്തിനോട് നീതികേട് കാണിക്കണമെന്നുള്ള അജണ്ട ഉണ്ടായിരുന്നല്ലേ? അല്ലെങ്കിൽ ഒരു ദേവസ്വം ബോർഡ് എന്ന് പറയപ്പെടുന്ന ക്ഷേത്രത്തിന്റെ ആചാരങ്ങളും ക്ഷേത്രത്തിന്റെ അനുഷ്ഠാനങ്ങളും ക്ഷേത്രത്തിലെ ദൈനംദിന നിത്യനിധാനങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടെ എത്ര പായസം കഴിക്കണം, എത്ര വിളക്ക് വെക്കണം, എത്ര എള്ളുതിരി കത്തിക്കണം, എത്ര നെയ്യ് കൊടുക്കണം, എത്ര അവല് കൊടുക്കണം, മലര് കൊടുക്കണം, ഇത്യാദി കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അളന്ന് മുറിച്ച് കാര്യങ്ങൾ നിശ്ചയിച്ച് അത് നടപ്പിലാക്കേണ്ടുന്ന ബോഡിയാ. മനസ്സിലാവുന്നുണ്ടോ? അത് കൃത്യമായിട്ട് ആചാരങ്ങൾ നടപ്പിലാക്കേണ്ട ഡയറക്റ്റ് ബോഡിയാണ് സാറേ. നിങ്ങളുടെ ഈ നിയമത്തിൽ ഈ മുസ്ലിം പള്ളികളിലെ 5 നിസ്കാരങ്ങളിലോ അവിടുത്തെ മറ്റ് ആചാരങ്ങളിലോ അനുഷ്ഠാനങ്ങളിലോ തീരുമാനമെടുക്കുന്ന ബോഡിയാണോ വഖഫ്? ഒന്ന് പറ, ആണോ വഖഫ്? അല്ലല്ലോ. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ നിയമം പാസ്സായി, ആ നിയമം പാസ്സായതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ടാക്സ് അടയ്ക്കാൻ അനുവാദം കൊടുക്കണം. നിങ്ങൾ എന്താ എഴുതാഞ്ഞത്? അപ്പൊ നിങ്ങൾക്ക് ഇതിനകത്ത് രാഷ്ട്രീയം മാത്രമേ ഉള്ളൂ. നാണാവില്ല നിങ്ങൾക്ക്? 610 കുടുംബങ്ങളെ പെരുവഴിയിലേക്ക് ഇറക്കി വിടുന്ന ഒരു നിയമത്തിനകത്ത്, ഒരു കാടൻ നിയമത്തിനകത്ത് ഭേദഗതി വന്ന് അവരെ സംരക്ഷിക്കുന്ന ഒരു നയം ഉണ്ടാകുമ്പോൾ അതിനകത്ത് BJP, കമ്മ്യൂണിസ്റ്റ്, കോൺഗ്രസ് എന്നൊക്കെ പറഞ്ഞിട്ട് രാഷ്ട്രീയം നടത്തിയിട്ട് അതിലൂടെ 10 വോട്ട് കൂട്ടി ഇവറ്റങ്ങളുടെ ചോര കുടിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാൻ പോകുന്നുണ്ട് ഭാസ്കർ ഭായ്? കോൺഗ്രസ് പാർട്ടി 10 വോട്ടിന് വേണ്ടിയിട്ട് ഇന്ത്യയെ തന്നെ വിൽക്കാൻ തയ്യാറായ ശൈലിയിൽ ഞങ്ങൾക്കത് അനുവദിക്കാൻ സാധിക്കില്ല എന്നുള്ള ദേശീയ ബോധമുള്ള ഒരു സർക്കാർ കൃത്യമായി നടപടിയെടുത്ത സമയത്ത് അതിനെ വളച്ചൊടിച്ച് നശിപ്പിച്ച് അത് മുസ്ലിം വിരുദ്ധതയാക്കി. ഇനി അതിന്റെ പേരിൽ 10 വോട്ട് പിടിക്കാനല്ലേ സൂത്രപ്പണി? നിങ്ങൾ എന്ത് മനുഷ്യനാണ്? നിങ്ങൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതിനെ പ്രതിനിധാനം ചെയ്യുകയും ആ ആശയത്തോടു കൂടി ചേർന്ന് നിൽക്കുകയും ചെയ്യുന്ന നിങ്ങൾ. It will take time. കാരണം എന്താ വെച്ചാൽ നിങ്ങളെപ്പോലെയുള്ള കുതന്ത്രക്കാർ, കുത്തുതിരിപ്പുകാർ, തട്ടിപ്പുകാർ ഈ ജനങ്ങളെ രാഷ്ട്രീയമായി കണ്ട് ഇവർക്ക് കിട്ടുന്ന അവകാശങ്ങളെ എങ്ങനെയെങ്കിലും ടോർപ്പട വെച്ച് നശിപ്പിക്കണമെന്ന ദുരുദ്ദേശം കൊണ്ട് നടക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഓരുടെ ഒക്കച്ചങ്കന്മാരായിട്ടുള്ള കോൺഗ്രസ്സുകാരും കൂടി കേസ് കൊടുക്കുന്നു, വീണ്ടും കേസാക്കുന്നു, അതിലൂടെ എന്തെങ്കിലും ഒപ്പിക്കാൻ പറ്റുമോ നോക്കുന്നു, സമയം വൈകിക്കുന്നു. അതിലൂടെ ഈ ജനതയ്ക്ക് ഗുണം കിട്ടുന്ന ഒരു കാര്യമുണ്ട് എങ്കിൽ മാക്സിമം അവറ്റങ്ങളെ ഉപദ്രവിച്ച് കണ്ണീരിലാക്കി അവരുടെ പഠിക്കാനുള്ള കുട്ടികൾക്ക് പോകുന്ന സമയത്ത് ലോൺ എടുക്കുന്ന അവകാശത്തെ തടഞ്ഞ്, അവർക്കൊരു കല്യാണം കഴിച്ചു കൊടുക്കാനുള്ള കുട്ടിക്ക് ലോൺ എടുക്കുന്ന അവകാശത്തെ തടഞ്ഞ്, അവർക്ക് ആ ഭൂമി ഒന്ന് വിൽക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അതിനെ തടഞ്ഞ് ആ രസങ്ങനെ പൂണ്ടിരിക്കാൻ നിങ്ങളൊരു മനുഷ്യരഹിത രാഷ്ട്രീയ സമൂഹത്തെയാണോ വാർത്തെടുക്കാൻ, മനുഷ്യത്വരഹിത രാഷ്ട്രീയ സമൂഹത്തെ വാർത്തെടുക്കാനാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും ശ്രമിക്കുന്നത്?